സൈലം അവാർഡ്സിന്റെ മൂന്നാമത്തെ എഡിഷൻ നവംബർ 24-ന് കോഴിക്കോട് നടക്കുകയാണ്. സൈലത്തിൽ നിന്നും മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളും CA, ACCA പരീക്ഷകളിൽ ഉയർന്ന റാങ്ക് നേടിയ സൈലം വിദ്യാർത്ഥികളുമാണ് ചടങ്ങിൽ വെച്ച് ആദരിക്കപ്പെടുക. കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റുഡൻസ് അവാർഡ് പ്രോഗ്രാമാണ് കോഴിക്കോട് സ്വപ്നനഗരിയിലെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ വെച്ച് നടക്കുക. 15,000-ലധികം കുട്ടികൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ സൈലം CEO ഡോക്ടർ അനന്തു എസ്, സൈലം ഡയറക്ടർമാരായ ലിജീഷ് കുമാർ, വിനേഷ് കുമാർ എന്നിവർ സംസാരിക്കും. ഇവന്റിൽ ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, രമേശ് വിശാരടി, നസ്ലിൻ, നിഖില വിമൽ, പേളിമാണി, ജീവ ജോസഫ്, കാർത്തിക് സൂര്യ, ഹനാൻ ഷാ, ഷാഹിർ ആൻഡ് ടീം, ഫെജോ തുടങ്ങിയ വൻ താരനിര തന്നെ സൈലം അവാർഡ്സിൽ ഇത്തവണ അണിനിരക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ നമ്മൾ 200 ദിവസവും ഒരേ പ്രഷറിൽ പോയി കഴിഞ്ഞാൽ നടക്കില്ല. കാര്യം നമ്മൾ എല്ലാ ദിവസവും ഇവന്റ് നടക്കുന്നില്ല, വർഷത്തിൽ ഒരു ദിവസമാണ്. ഒരു ദിവസം അവർക്ക് റിലാക്സ് ചെയ്യുമ്പോഴത്തേക്കും പിറ്റേ ദിവസം തന്നെ അവർക്ക് ബാക്ക് ടു ട്രാക്ക്. നമ്മൾ എപ്പോഴും ഒരു ഇൻ ബിറ്റ്വീൻ ബ്രേക്സ് എപ്പോഴും നല്ലതാണ്. കാര്യം ഒരേ പാത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരേ സ്ട്രെസ്സിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് നമുക്ക് അതിന്റെ റിഫ്രഷ്മെന്റ് ഉണ്ടാവില്ല. ഒരു ദിവസം ബ്രേക്ക് എടുക്കുന്നത് എപ്പോഴും അവർക്ക് നല്ലതാണ്. ആ കാര്യം ആ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും അവർക്ക് ബാക്ക് ടു ട്രാക്ക്. ബിക്കോസ് അതിനേക്കാളൊക്കെ അപ്പുറം ഈ 2476 പേരുടെയും സക്സസ് അവർ മുമ്പിൽ കാണുകയാണ്. അടുത്ത വർഷം അതേ സ്റ്റേജിൽ വന്ന് നിൽക്കുക എന്നുള്ളതായിരിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അപ്പൊ ആ ഒരു ഇത്രയും അധികം ആളുകളെ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ആളുകൾ വന്ന് അവരുമായിട്ട് ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ആ സെലിബ്രേഷൻ അടുത്ത തവണ ആ സ്റ്റേജിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പം ആ ഒരു ദിവസം അവർ റിലാക്സ് ചെയ്യുന്നതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കുട്ടികൾക്ക് ആവശ്യമാണ്, കുട്ടികൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ പോയതുകൊണ്ടാണ് ഞങ്ങൾ റിസൾട്ടിലേക്ക് എത്തുന്നതുകൊണ്ട്. കാരണം ഞങ്ങളുടെ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഇത്രയും അധികം ആളുകൾ ഇവിടുന്ന് ക്രാക്ക് ചെയ്ത് MBBS-ഉം ഈ പറയുന്ന എഞ്ചിനീയറിംഗിലൊക്കെ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങള് പ്രഷർ കൊടുക്കാതെ പോകുന്നത് തന്നെയാണ് നല്ലതെന്നാണ് ഞങ്ങള് വിശ്വസിക്കുന്ന കാര്യം. അത് സക്സസിലേക്ക് എത്തുന്നുണ്ട്. ദാറ്റ് ഫോർമുല ഈസ് വർക്കിംഗ്. ആ ഫോർമുല വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ വിശ്വസിച്ച് മുമ്പോട്ട് പോകാം. ഇതിപ്പോ നാലാമത്തെ വർഷത്തെ റിസൾട്ടാണ് നമ്മളിപ്പോ ഈ പറഞ്ഞ എണ്ണം എന്ന് പറയുന്നത്. ഇപ്പൊ സൈലം കേരളത്തിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ എന്തിനാണ് കേരളത്തിനൊരു പുതിയ എൻട്രൻസ് കോച്ചിങ് സെന്റർ എന്നൊരു ചോദ്യം ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഒരുപാട് എൻട്രൻസ് കോച്ചിങ് സെന്ററുകളുള്ള ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് സൈലം വരുന്നത്. ഈ എൻട്രൻസ് കോച്ചിങ് സെന്ററുകളെല്ലാം കുട്ടികൾക്ക് അവർ പഠിക്കുന്ന കാലയളവിൽ മാത്രമല്ല ഈ പ്രഷർ കൊടുക്കുന്നത്. ഇപ്പൊ അവർ MBBS-ഓ എഞ്ചിനീയറിംഗോ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാലും അവരെ ജീവിതത്തിൽ ഉടനീളം പിന്തുടരുന്ന ഒരുപാടേറെ ട്രോമകളും കൊണ്ടാണ് അവർ ഈ കോഴ്സ് സത്യത്തിൽ കഴിഞ്ഞു പോരുന്നത്. സൈലത്തിൽ വരുന്ന ഒരു കുട്ടിയും അങ്ങനെ ഒരു ട്രോമയും കൊണ്ട് അതും വഹിച്ച് സൈലത്തിൽ നിന്ന് ഇറങ്ങിപ്പോവരുത് എന്ന നല്ല ബോധ്യത്തോടു കൂടെ തന്നെയാണ് ഞങ്ങളിത് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിയുടെയും ഇമോഷനെ അങ്ങേയറ്റം ആത്മാർത്ഥമായി അഡ്രസ് ചെയ്യണമെന്ന ആഗ്രഹം സൈലം തുടങ്ങുമ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്നു.